ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശ്രീനാരായണ ഗുരുവിനെ സനാതന ധർമ്മത്തിന്റെ വക്താവായി മാറ്റാൻ നടക്കുന്ന ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർണ്ണാശ്രമ ധർമ്മത്തിലൂന്നിയ സനാതന ധർമ്മത്തെ പൊളിച്ചെഴുതാനാണ് ഗുരു ശ്രമിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് യോജിക്കാത്ത പ്രതികരണമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റേത്. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിൽ കടന്നുകയറാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ പ്രതിരോധിക്കണമെന്ന ആഹ്വാനമായിരുന്നു ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. എന്നാൽ പ്രസംഗത്തിൽ ഒരിടത്തും BJP എന്നോ സംഘപരിവാർ എന്നോ പറഞ്ഞില്ല. ചാതുർവർണ്ണ രാഷ്ട്രീയം പിന്തുടരുന്നവരാണ് ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. എല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കുന്ന സ്ഥലമായാണ് ശ്രീനാരായണ ഗുരു കേരളത്തെ കണ്ടത്. അതിന് വിഘാതമായ കാര്യങ്ങളെ ചെറുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. അതിനെ സനാതന തത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും. ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവായി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് യോജിക്കാത്ത പ്രതികരണം SNDP യോഗം ജനറൽ സെക്രട്ടറിയിൽ നിന്നുണ്ടായി. ഗുരുവിനെ ആരാധിക്കുന്നതിന് എതിരായ വിമർശനങ്ങൾ പരാമർശിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി സനാതനധർമ്മം പരാമർശിച്ചത്. മറ്റേതൊരു മൂർത്തിക്കും പോലെ തന്നെ നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിന്റെ പേരിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകാം. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. സനാതനധർമ്മ പ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ട്. തത്വമസി അത് നീ തന്നെയാകുമെന്നാണ് വേദം പറയുന്നത്. മന്ത്രി VN വാസവൻ, BJP നേതാവ് PK കൃഷ്ണദാസ്, ചാണ്ടിയുമ്മൻ MLA, ഗോകുലം ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. 24 തിരുവനന്തപുരം. ആരാധനാലയങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശത്തെ പിന്തുണച്ചാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് കീഴിലുള്ള ചില ക്ഷേത്രങ്ങളിലും ഉടുപ്പ് ധരിച്ച് കയറുന്നതിന് വിലക്കുണ്ടെന്നും ഇത് ഗുരു പറഞ്ഞതിന് എതിരാണ് എന്നുമായിരുന്നു സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. ഇരുവരുടെയും വാക്കുകളിലേക്ക്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് വരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു. അത് തിരുത്തിയേ മതിയാകൂ. ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവെ കാണാൻ കഴിയും. അതിനാണ് കാലാനുസൃതമായ മാറ്റം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി BJP നേതാവ് V മുരളീധരൻ. ക്ഷേത്രാചാരങ്ങളെപ്പറ്റി പിണറായി വിജയൻ എന്തിനാണ് പറയുന്നതെന്നും
പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യമെന്നും വി മുരളീധരൻ ചോദിച്ചു. സനാതനധർമ്മം എന്നുള്ളത് രാജവാഴ്ചയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയൻ്റെ ഭാഷ്യം. വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. ശ്രീനാരായണ ഗുരു ലക്ഷ്യമിട്ടത് സാമൂഹ്യ പരിവർത്തനമെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഗുരു ലക്ഷ്യമിട്ട വിദ്യാഭ്യാസ രീതിക്ക് ശിവഗിരി മഠം തന്നെ മുൻകൈയെടുക്കണം. വിദ്യാഭ്യാസമുള്ളവർ ഉള്ള സംഘടന മാത്രമേ നല്ല സംഘടനയാകൂ എന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. അദ്വൈതത്തെ ജീവിത പദ്ധതിയായി രൂപാന്തരപ്പെടുത്തിയ ഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അവതാരപുരുഷനായ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും ലക്ഷ്യവും സാമൂഹ്യ പരിവർത്തനം തന്നെയായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ച മാതിരി വിദ്യാഭ്യാസം. പ്രായോഗിക രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരിക്കണം. അതാ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതി ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ രീതി നമുക്ക് സംവരണം ചെയ്യണം. അത് അങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിക്ക് നമ്മുടെ മഠം തന്നെ ആദ്യം മുൻകൈ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയെയും നടൻ സിജോയ് വർഗീസിനെയും ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. സംഘാടകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഒറ്റമുറിയിൽ പ്രവർത്തിച്ച മൃദംഗാവിഷന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കാനാവുക? എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിയത്? നടി ദിവ്യ ഉണ്ണിക്കും നടൻ സിജോയ് വർഗീസിനും മൃദംഗാവിഷനുമായി എന്തു ബന്ധമാണുള്ളത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് കൊച്ചി സിറ്റി പോലീസ്. നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സിജോയ് വർഗീസിനെയും ദിവ്യ ഉണ്ണിയെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. 3 ആൾക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കാര്യമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ബാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെല്ലാം ആൾക്കാരുടെ റോൾ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ശേഷം അതെല്ലാം തീരുമാനിക്കും. അടുത്ത് വരാൻ പോകുന്ന ആരുടെങ്കിലും റോൾസ് ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാവുന്നുണ്ട്. അവരെല്ലാവരെയും നമ്മൾ അന്വേഷിക്കും. സംഘാടകർക്കെതിരെ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതി IG-ക്ക് കൈമാറി. ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചേർക്കണമെന്നാണ് ആവശ്യം. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച മൃദംഗവിഷൻ CEO ഷമീറിന്റെ ജാമ്യഹർജിയിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടി. ഇതുവരെ കേസിൽ 3 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. 24 കൊച്ചി. ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതി. തലയ്ക്കും നട്ടലിനേറ്റ പരിക്കിലും പുരോഗതിയുണ്ട് എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. മകന്റെയും ഡോക്ടർമാരുടെയും നിർദ്ദേശങ്ങളോട് ഉമാ തോമസ് പ്രതികരിക്കുന്നുണ്ട്. വെന്റിലേറ്ററിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബോർഡ്. എന്നാൽ വെന്റിലേറ്ററിൽ തുടരുന്ന MLA അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ലെന്നും ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത വെല്ലുവിളിയായി മുന്നിലുണ്ടെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. ശ്വാസകോശത്തിനുള്ളിലെ ക്ഷതമാണ് ആശങ്കയായി നിലനിൽക്കുന്നതെന്നും ഡോക്ടേഴ്സ്. നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണു തുറന്നു, മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ്. രാവിലെ കണ്ണു തുറന്ന മകനെ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്തു. കണ്ണു തുറക്കാനും കൈക്കാലുകൾ അനക്കാനും പറഞ്ഞപ്പോൾ അമ്മ അതിനോട് പ്രതികരിച്ചുവെന്ന് മകൻ. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു, പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പം ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം 2 കൈ മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാനൊന്ന് മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നടൻ ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയവർ ആശുപത്രിയിലെത്തി MLAയെ സന്ദർശിച്ചു. 24 കൊച്ചി.
നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ യമൻ പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതികരിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ശിക്ഷാ ഇളവിന് ശ്രമം തുടരും. മോചന സാധ്യത പരിശോധിക്കുമെന്ന നിമിഷപ്രിയയുടെ കുടുംബത്തിന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി അനുമതി നൽകുകയും വധശിക്ഷ 1 മാസത്തിനകം നടപ്പാക്കിയേക്കുമെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ കുടുംബം എല്ലാ വഴിയും തേടുന്നുണ്ടെന്നത് തങ്ങൾ മനസ്സിലാക്കുന്നു. യമനിൽ ശിക്ഷ വിധിച്ചതിനെക്കുറിച്ച് അറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയം. നിമിഷപ്രിയയുടെ വധശിക്ഷയിലെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ നിർണായകമായിരിക്കും. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹ്ദിയുടെ കുടുംബവുമായി നടത്തിയ മാപ്പ് അപേക്ഷയ്ക്കുള്ള ചർച്ചകൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും. കഴിഞ്ഞ 8 മാസമായി നിമിഷപ്രിയയുടെ അമ്മ യമനിൽ തുടരുകയാണ്. 2017 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 24 ഡൽഹി. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് അമ്മ പ്രേമകുമാരി 24നോട്. മകളുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും സഹായിക്കണമെന്നും യമനിലുള്ള പ്രേമകുമാരി പറഞ്ഞു. എല്ലാവരും ഈ പറയുന്ന പോലെ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ജീവനെ രക്ഷിക്കണം. എല്ലാവരുടെ കഷ്ടപ്പാടിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എല്ലാ മക്കളും ഗവൺമെന്റും ചേർന്ന് അവളുടെ ജീവനെ രക്ഷിക്കണം. ഈ രാജ്യത്തിന് അവളെ വിട്ടുകൊടുക്കരുത്. അവളെ രക്ഷിക്കണം എന്നാണ് എന്റെ അപേക്ഷ. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹ്ദിയുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് യമനിലുള്ള ആക്ടിവിസ്റ്റ് സാമുവൽ ജെറോം 24നോട് പറഞ്ഞു. വധശിക്ഷ റദ്ദാക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബം മാപ്പ് നൽകലാണെന്നും സാമുവൽ ജെറോം. We have lost the trust of the family and now we are trying to rebuild it since yesterday night. So there are some positive moments. You know, when I was with the lawyer was very negative and he said, we have finished, and that's what he actually said. But since then, yesterday night, there have been a lot of, the lawyer has talked to his counterparts and മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് കേന്ദ്രം ബോധപൂർവം വൈകിപ്പിച്ചെന്ന് കേരളം. ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുന്നതുൾപ്പെടെ കേരളത്തിന്റെ മറ്റ് ആവശ്യങ്ങളിൽ ഇതുവരെ കേന്ദ്രം തീരുമാനമെടുത്തിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വിമർശിച്ചു. ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെ തുടർ സഹായ സാധ്യതകൾ തേടാനുള്ള നീക്കം സർക്കാർ ഊർജിതമാക്കി. ദുരന്തമുണ്ടായി 153 ദിവസത്തിന് ശേഷമാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ അതിതീവ്ര ദുരന്തമാണെന്നത് കേന്ദ്രം അംഗീകരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ കേന്ദ്രത്തിന് അയച്ച കത്തിന്റെ മറുപടിയിലാണ് അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചത് കേന്ദ്രം അറിയിച്ചത്. ഇതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് കൂടി ഇനി ഉണ്ടാകണം. കൂടാതെ ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുന്നതടക്കമുള്ള കേരളത്തിന്റെ മറ്റാവശ്യങ്ങളിൽ ഇതുവരെ കേന്ദ്രം തീരുമാനമെടുത്തിട്ടുമില്ല. ഇതെല്ലാ സമ്മർദ്ദങ്ങളും നടത്തിയിട്ടും വളരെ ബോധപൂർവം ആ ഘട്ടങ്ങളിലൊന്നും ഗവൺമെൻറ്റിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത്. എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനം നടത്തും. വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ നിന്ന് പ്രത്യേക ധനസഹായം കേരളം ആവശ്യപ്പെടും. എംപിമാരുടെ സഹായവും തേടും. UN അടക്കമുള്ള വിദേശ സംഘടനകളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. SDRFന്റെ 2 ഗഡു മുൻകൂറായി അനുവദിച്ചതൊഴിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് വയനാടിനായി പ്രത്യേക സഹായമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 2219 കോടി രൂപയുടെ സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. 24 തിരുവനന്തപുരം. മിണ്ടാതിരിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ലെന്ന് CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് ജി സുധാകരന്റെ മറുപടി. വിമർശനങ്ങൾ തന്നെ അപമാനിക്കാൻ വേണ്ടി പറയിപ്പിച്ചതാണെന്ന് ജി സുധാകരൻ പറഞ്ഞു. വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നുന്നത് ജി സുധാകരൻ വിളിച്ചു പറയുന്നു എന്നായിരുന്നു സമ്മേളനത്തിലെ വിമർശനം. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനം തന്നെ അപമാനിക്കാൻ ആരോ പറയിപ്പിച്ചതാണെന്നാണ് ജി സുധാകരൻ പറയുന്നത്. വിമർശനം മാർക്സിസ്റ്റ് വിരുദ്ധതയാണ്. സ്ഥാനമാനങ്ങൾ മാറിയാലും കമ്മ്യൂണിസ്റ്റുകാരന് വിശ്രമമില്ലെന്നും ജി സുധാകരൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പ്രാഥമിക ധാരണയുള്ളവർക്ക് മരിക്കുന്നിടം വരെ വിശ്രമമില്ല. എഴുന്നേറ്റ് നടക്കാനാവുന്ന കാലത്തോളം കമ്മ്യൂണിസ്റ്റുകാരന് വിശ്രമമില്ല. സ്ഥാനങ്ങളിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പാർട്ടി മെമ്പർക്ക് വിശ്രമമേ ഇല്ല.
വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു എന്ന വിമർശനത്തിന് മറുപടി ഇങ്ങനെ: മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല. അങ്ങനെ പറയേണ്ട കാര്യമൊന്നും പത്തനംതിട്ടയിലെ ആ സുഹൃത്തിനില്ല. ആരാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ആരാന്ന്, ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല. പക്ഷേ അതൊരു ആക്ഷേപമാണ്. ആലപ്പുഴയിലെ CPIM നേതൃത്വത്തിനും ജി സുധാകരന്റെ പരോക്ഷ വിമർശനം. 50 വയസ്സടുത്തപ്പോഴാണ് താൻ പാർലമെന്ററി രംഗത്തെത്തിയത്. ഇനിയും 10 വർഷം കൂടി പൊതുരംഗത്തുണ്ടാകുമെന്നും ജി സുധാകരൻ വ്യക്തമാക്കുന്നു. 24 ആലപ്പുഴ. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ സാമ്പത്തിക ബാധ്യത പ്രധാന കാരണമെന്ന് പോലീസിന്റെ സൂചന. പോലീസ് ശേഖരിച്ച ഡയറി കുറിപ്പുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച സൂചനകൾ ലഭിച്ചു. മകനും മരുമകളും ഉൾപ്പെടെ 6 പേരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. NM വിജയന്റെ 2021-ലെയും 2023-ലെയും ഡയറി കുറിപ്പുകളാണ് പോലീസ് പരിശോധിച്ചത്. ഇതിൽ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച പരാമർശമുണ്ട്. വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പയും സ്വർണ്ണപ്പണയ വായ്പയും എടുത്തിട്ടുണ്ട്. ബാങ്കുകളിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. മകന്റെയും മരുമകളുടെയും ഉൾപ്പെടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആത്മഹത്യ സംബന്ധിച്ച കാരണം അറിയില്ലെന്നാണ് മൊഴി. സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും അറിയില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാറില്ലെന്നും കുടുംബ പ്രശ്നങ്ങളില്ലെന്നും മൊഴിയിലുണ്ട്. ആത്മഹത്യയിൽ IC ബാലകൃഷ്ണന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം IC ബാലകൃഷ്ണൻ MLA രാജിവെച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ നേരിടണമെന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സഹകരണ മേഖലയിലും മേൽക്കൈ ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള നിയമനങ്ങൾ, അവിടെ നടത്തിയിട്ടുള്ള അഴിമതികൾ, അവിടെ നടത്തിയിട്ടുള്ള വായ്പകൾ, ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറത്ത് IC ബാലകൃഷ്ണന്റെ പങ്കുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ നിയമനക്കോഴ ആരോപണം സ്ഥിരീകരിക്കുന്ന ഒരു തെളിവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പുറത്തു വന്ന ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജ് എന്ന റിട്ടയർ അധ്യാപകൻ നൽകിയ മൊഴിയിലും IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെക്കുറിച്ചുള്ള വിവരമില്ല. 24 വയനാട്. തിരുവനന്തപുരം നെടുമങ്ങാട് കരകുളം എഞ്ചിനീയറിംഗ് കോളേജ് ഹാളിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് മൃതദേഹം എന്ന് സംശയിക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇത് കോളേജ് ഉടമയുടെ മൃതദേഹം തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ? വിജയകുമാർ, ഇന്ന് രാവിലെ ഈ കോളേജ് തുറന്ന സമയത്ത് ജീവനക്കാർ ഈ കോളേജിലേക്ക് എത്തിയ സമയത്താണ് ഇവിടുത്തെ ഈ പണി പൂർത്തിയാകാത്ത ഹാളിനുള്ളിൽ നിന്ന് തീയും പുകയും ഉയർന്നത് കണ്ടത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ അവർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹം കിടന്നതിന് സൈഡിലായിട്ട് ഒരു മൊബൈൽ ഫോണും ഒപ്പം തന്നെ ഇതിന് പുറത്തൊരു കാറും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇത് കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസിൻ്റെ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഇന്നലെ രാത്രിയും ഈ പരിസരത്ത് കണ്ടതായിട്ട് നാട്ടുകാരും അതേപോലെ കോളേജിലെ മറ്റ് ജീവനക്കാരും പറഞ്ഞിരുന്നു. അതായത് ഇദ്ദേഹത്തിന് വലിയ കടബാധ്യത ഉണ്ടായിരുന്നു. കൊല്ലം ഇരവിപുരം സ്വദേശിയാണ്. അദ്ദേഹം വർഷങ്ങളായി തിരുവനന്തപുരം ജില്ലയിലെ പേയാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ നെടുമങ്ങാട് മുല്ലശ്ശേരിയിലാണ് ഈ PA മുഹമ്മദ് അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന കോളേജാണ്. അദ്ദേഹത്തിന് കടബാധ്യത ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഈ കോളേജിനകത്തുണ്ടായിരുന്ന ഓഫീസിനുള്ളിൽ ഈ പണം കൊടുക്കാനുണ്ടായിരുന്ന ചിലർ എത്തി ബഹളം വെച്ചതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നു. ഇതിൽ മനോവിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഈ പണി പൂർത്തിയാകത്തെ കെട്ടിടത്തിനുള്ളിൽ ഈ ടയറും മാത്രമല്ല ചില തടിക്കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചവറൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൂട്ടിയിട്ട് കത്തിച്ച് ആണ് ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും അവിടെ എത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. വിജയകുമാർ. യെസ്, കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടെ മൃതദേഹമാണെന്ന് സംശയിക്കുന്നു. ആത്മഹത്യയാണ് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന സൂചന. വിശദമായി പരിശോധന നടക്കുന്നു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. തൃശൂർ കുന്നംകുളത്ത് സഹോദരി ഭർത്താവ് വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമെന്ന് പോലീസ്. അർത്താറ്റു സ്വദേശി സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണ്ണ കവർച്ച നടത്താനാണ് പ്രതി കണ്ണൻ ലക്ഷ്യമിട്ടത്. 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത മറികടക്കുന്നതിനാണ് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി 8 മണിയോടെ ആർത്താറ്റിലെ സിന്ധുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് സഹോദരി ഭർത്താവ് കണ്ണൻ കൊലപാതകം നടത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൃത്യം നിർവഹിച്ചതെങ്കിലും പ്രതിയുടെ രക്ഷപ്പെടാനുള്ള നീക്കം പാളി. കൊലപാതകത്തിനു ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതിയെ അയൽവാസികൾ കണ്ടിരുന്നു. കണ്ണന്റെ അടയാളങ്ങൾ സഹിതം ഇവർ പോലീസിനെ അറിയിച്ചതോടെയാണ് 1 മണിക്കൂറിനകം പ്രതി വലയിലായത്.
സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ പുറത്തുപോയതോടെ കയ്യിൽ കരുതിയ കത്തിയുമായി വീടിനുള്ളിൽ കയറിയ പ്രതി കൊല നടത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വെൽഡിംഗ് തൊഴിലാളിയായ പ്രതിക്ക് 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഫോറൻസിക് പരിശോധനകളും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയ സിന്ധുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 തൃശൂർ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ആത്മഹത്യാശ്രമം. കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ജെയിംസ് കാഞ്ഞിരത്തിനാലാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നിന്ന്. സുർജിത്ത്, ഈ ജെയിംസ് കാഞ്ഞിരത്തിനാൽ കുറേ നാളുകളായി വനം വകുപ്പിനെതിരെ അവിടെ സമരം നടത്തുന്ന ഒരാളാണല്ലോ. ഇന്നിപ്പോഴെന്താണ് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, വയനാട് കളക്ടറേറ്റിന്റെ മുൻഭാഗത്തായി, കളക്ടറേറ്റിന്റെ പ്രധാന കവാടത്തിന്റെ ഓരത്തായി അനീതിയുടെ സ്മാരകം എന്ന നിലയിൽ ഒരു സമരപ്പന്തൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് വനം വകുപ്പ് ഈ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ 12 ഏക്കർ ഭൂമി പിടിച്ചെടുത്തിരുന്നു. അത് അന്യായമായി പിടിച്ചെടുത്തതാണെന്ന് ആരോപിച്ച് ഈ കുടുംബം സമരം ചെയ്യുകയാണ്. ഇതിനിടയിൽ ഇന്ന് സംഭവിച്ച കാര്യം, ആ സമരം തുടരുന്നതിനിടെ ഇന്ന് മുണ്ടക്കൈ ചൂരൽമല വിഷയം ഉയർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ മാർച്ച് ഇവിടേക്ക് നടന്നിരുന്നു. ആ മാർച്ച് ഇവിടേക്ക് വന്ന ഘട്ടത്തിൽ അതിൽ ഏതാനും പ്രവർത്തകർ ഇതിന്റെ ഈ സമരപ്പന്തൽ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ പെട്രോൾ തലയിൽ ഒഴിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന ജെയിംസ് കാഞ്ഞിരത്തിനാൽ രംഗത്ത് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാം ഇടപെട്ട് ശാന്തരാക്കിയാണ് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഇവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ റവന്യൂ വകുപ്പാണ് ഈ 12 ഏക്കർ ഭൂമി തിരികെ കിട്ടണം. റവന്യൂ വകുപ്പ് വിവിധ സന്ദർഭങ്ങളിൽ റിപ്പോർട്ട് കൈമാറിയിരുന്നതാണ്. ആ റിപ്പോർട്ട് ഈ കുടുംബത്തിന് അനുകൂലമായ റിപ്പോർട്ടായിരുന്നു. എന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ രേണുരാജ് വിശദമായി ഈ വിഷയം പഠിച്ചുകൊണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു റിപ്പോർട്ട് കൈമാറിയതാണ്. ആ റിപ്പോർട്ടിലും ഒരു നിയമപ്രകാരവും ഈ കുടുംബത്തിന്റെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്ന ഭൂമിയല്ല, നിക്ഷിപ്ത വനമല്ല എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു അത്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജെയിംസ് തന്നെ നമ്മുടെ ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? എനിക്ക് സംഭവിച്ചത്, നമ്മൾ ഈ 10 വർഷമായിട്ട് ഇവിടെ കിടക്കുകയാണ്. നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യവും ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് പൊങ്ങച്ചോ പൊളിറ്റിക്സോ ഒന്നും എനിക്ക് വേണ്ട. ഇവിടെ ഞങ്ങൾക്ക് നീതി നടപ്പാക്കി കിട്ടിയാൽ മതി. ഈ നീതി കിട്ടാനാണ് ഈ 10 വർഷമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പൊടിക്കുള്ളിലാണ് ഈ 10 വർഷമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ പൊടിക്കുള്ളിൽ കിടക്കുന്ന മനുഷ്യനെ വീണ്ടും ഒരുപാട് ആയിരക്കണക്കിന് സമരങ്ങൾ കണ്ടു നമ്മളിവിടെ. പിന്നെയും വന്നിട്ട് ഈ കെട്ടിവെച്ച ടാർപ്പായുടെ മുകളിൽ നിങ്ങൾ നോക്കുക. 10 കൊല്ലം കൊണ്ട് ടാർപ്പായുടെ മുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ടാർപ്പ ഞാനിപ്പോൾ എന്തിനാ വലിച്ചിട്ട് വെച്ചാൽ ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഈ ടാർപ്പ 2000 രൂപയും കൊടുത്തിട്ട് വാങ്ങിയിട്ട് കെട്ടിവെച്ച സാധനമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം 2 ടാർപ്പ വേറെയുണ്ട്. അപ്പം പിന്നെ നനയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വലിച്ചു കളഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മഴയും കാറ്റും വെയിലും മഞ്ഞും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഈ നേതാക്കന്മാരല്ല, ഏത് രാഷ്ട്രീയക്കാരനായാലും പിന്നെ ആ സഖാക്കന്മാരുടെ മുന്നിൽ ഇവിടെയല്ല ഞാൻ പെട്രോൾ ഒഴിക്കാൻ തീരുമാനിച്ചത്. കളക്ടർ ചേംബറിൻ്റെ മുന്നിലാണ് പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുക്കാൻ വിചാരിച്ചത്. അല്ലാണ്ട് ഇവിടെയല്ല. ഇമ്മമാരുടെ പ്രസംഗം കേട്ടുകൊണ്ടാണ് അവിടുന്ന് ഒഴിച്ചത്. ചെയ്യരുത് ജെയിംസ് ചേട്ടാ, അങ്ങനെ ഉണ്ടാവരുത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിഷയത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട് സമരസമിതിയുടെ കൺവീനർ ആയിരുന്ന ഷൈജൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഷൈജൽ, ശരിക്കും ഒരു അനീതി, വല്ലാത്തൊരു അനീതിയുടെ ഒരു പ്രതീകം കൂടിയാണ് ഇദ്ദേഹം. ഈ കുടുംബം 4 പതിറ്റാണ്ടായിട്ട് ഭരണകൂട ഭീകരത നേരിടുന്നവരാണ്. ഉദ്യോഗസ്ഥ ഭീകരതയുടെയും ഭരണകൂട ഭീകരതയുടെയും ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഇത്രയധികം ഈ മനുഷ്യൻ ഇവിടെ 10 കൊല്ലമായി സമരം ചെയ്യുന്നു. 100 കണക്കിന് സമരങ്ങൾ ഇവിടെ വന്നുപോയി. എല്ലാ സമരങ്ങൾ വന്നു പോകുമ്പോഴും ഇവിടെ ഒന്നും സംഭവിച്ചു. പക്ഷേ ഇന്ന് വളരെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഈ സംഭവം ശരിക്ക് പിന്നെ മുസ്ലിം ലീഗ് നേതൃത്വം ആരാണോ ഈ ഒരു തെറ്റ് ചെയ്തത് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. കാരണം ഒരു സാധു മനുഷ്യൻ ഒരാളുടെയും സഹായം തേടാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ ചേർന്നുകൊണ്ടുള്ള എന്തെങ്കിലും സഹായമല്ലാതെ ഒരാളുടെ ഒരു ബക്കറ്റ് വെച്ച് ഇന്നൊരു രൂപ പോലെ പിരിക്കാതെ അദ്ദേഹം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പട്ടിണി കിടന്നിട്ടാണ് അദ്ദേഹം ഇപ്പോഴുള്ള കാലം ചെയ്യുന്നത്. നേരത്തെ സമരസമിതി അദ്ദേഹത്തെ സഹായിക്കാനായി ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നീട് പി സി തോമസിന്റെ വരവോട് കൂടിയാണ് ആ സമരസമിതിയൊക്കെ ആകെ ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടായത്. ഞങ്ങൾ തുടക്കത്തിൽ ഈ പ്രദേശത്തിൻ്റെ ആളുകൾ മാത്രം ചേർന്നുള്ള സമരസമിതിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് മർദ്ദനം വരെ ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ രൂപത്തിൽ അലങ്കോലമാക്കി ചെയ്ത ഈ വിഷയം 10 വർഷത്തേക്ക് കടക്കാൻ പോകുന്ന സമരം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ദൗർഭാഗ്യകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ ഇത്ര വലിയൊരു വിഷയം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ ആത്മഹത്യ ശ്രമിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടും ആ കളക്ടറും താഴേക്ക് ഇറങ്ങി വന്ന് നോക്കാനുള്ള മനോഭാവം പോലും ഉണ്ടായില്ല എന്ന് പറയുന്നത് ആരെയാണ് ഇവരൊക്കെ സംരക്ഷിക്കാൻ പോകുന്നത്? 4 പതിറ്റാണ്ടിൻ്റെ ഈ അനീതിക്ക് ഒരു അറുതി ഉണ്ടാവണം. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇനിയെങ്കിലും വയനാട്ടിലെ വലിയ വലിയ നേതാക്കന്മാർ വരുമ്പോൾ നിങ്ങൾ ലൈവ് കൊടുക്കുന്നുണ്ടല്ലോ, ഈ ലൈവുകൾ അവസാനിപ്പിച്ച് ഈ മനുഷ്യനിലേക്ക് നിങ്ങളെ ക്യാമറ തിരിക്കണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇതാണ് വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ജെയിംസ് കാഞ്ഞിരത്തിനാൽ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ശാന്തനാക്കി ഇവിടേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഇങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. പതിറ്റാണ്ടുകളായി ഇവിടെ
സമരം തുടരുന്നു. വല്ലാത്തൊരു ശരി, അനീതി സുർജിത്ത് പറഞ്ഞതുപോലെ ശരിയാണ്. നേരത്തെയും നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്ട് പതിറ്റാണ്ടുകളായി നടക്കുന്ന സമരമാണ്. ജെയിംസ് കാഞ്ഞിരത്തിനാൽ തന്നെ ഏതാണ്ട് 10 വർഷമായി അവിടെ സമരം നടത്തുന്നു. അതിനു മുമ്പ് ആ കുടുംബം അവിടെ സമരം നടത്തിയിട്ടുണ്ട്. ഇതുവരെ വന്ന റിപ്പോർട്ടുകളൊക്കെ, സർക്കാർ റിപ്പോർട്ടുകളൊക്കെ അവർക്ക് അനുകൂലമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ കാര്യത്തിൽ അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നില്ല. വനം വകുപ്പിനെതിരെയാണ് അവരുടെ പ്രതിഷേധം. വിവരങ്ങൾ നൽകുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്. ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിനെ പൊതുവേദിയിൽ അധിക്ഷേപിച്ച് CPM നേതാവ് MM മണി. സാബുവിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു MM മണിയുടെ അധിക്ഷേപം. അതിനിടെ സാബുവിന്റെ നിക്ഷേപ തുക കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതർ കുടുംബത്തിന് തിരിച്ചു നൽകി. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സയും ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. സാബുവിന്റെ ആത്മഹത്യയിൽ പ്രതിക്കൂട്ടിലായ CPIM കട്ടപ്പനയിൽ നടത്തിയ നയവിശദീകരണ യോഗത്തിലാണ് MM മണിയുടെ അധിക്ഷേപം. സാബുവിന്റെ മരണത്തിൽ മുൻ ഏരിയ സെക്രട്ടറി VR സജിക്കോ CPIMനോ പങ്കില്ല. വയ്യാവേലികൾ CPIMന്റെ തലയിൽ കെട്ടിവെക്കാൻ വരണ്ട. കോൺഗ്രസ് ഭരിച്ചുമുടിച്ച സൊസൈറ്റി നന്നാക്കാനുള്ള ശ്രമമാണ് CPIM നടത്തിയിട്ടുള്ളതെന്നും MM മണി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ബോർഡിനോ ആ ബോർഡിന്റെ പ്രസിഡന്റ് VR സജിക്കോ ഒരു പങ്കുമില്ല. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടെ, അടിമലണ്ട. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റിയിലെ സാബുവിന്റെ നിക്ഷേപ തുക പലിശയും ചേർത്ത് 14,59,940 രൂപ കുടുംബത്തിന് കൈമാറി. സൊസൈറ്റി ജീവനക്കാരായ 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ VR സജിക്കെതിരെ കേസെടുക്കുന്നതിലും പോലീസിന്റെ മെല്ലെപ്പോക്ക് തുടരുന്നു. ഇതിനിടെ ഇന്ന് പുലർച്ചെ സാബുവിന്റെ മാതാവ് ത്രേസ്യാമ്മ തോമസ് മരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി കിടപ്പിലായിരുന്നു. 24 ഇടുക്കി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ നൽകിയതിൽ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം. TP കേസ് പ്രതികൾ CPM നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സർക്കാർ ക്രിമിനലുകൾക്കൊപ്പമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ പരോൾ അനുവദിച്ച നടപടിയെ പരസ്യമായി ന്യായീകരിക്കുകയാണ് CPM നേതാക്കൾ. മാതാവിന്റെ പരാതി പരിഗണിച്ചാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. തവനൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കൊടിസുനി ശനിയാഴ്ച പുറത്തിറങ്ങിയിരുന്നു. ആഭ്യന്തര വകുപ്പ് അറിയാതെ ജയിൽ DGPക്ക് മാത്രമായി പരോൾ അനുവദിക്കാൻ കഴിയില്ലെന്നാണ് ഉയരുന്ന വിമർശനം. വധക്കേസിലെ ഗൂഢാലോചന പുറത്തുപറയുമെന്ന് പ്രതികൾ CPIM നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഷെയ്ഡി ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും ഈ കേസിലെ പ്രതികൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക, നിയമം ലംഘിച്ച് അവരുടെ പേര് എഴുതി ചേർക്കുക, എന്നിട്ട് അത് പുറത്തുവിട്ടു എന്നതിൻ്റെ പേരിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുക. എന്നാൽ പരോൾ നൽകിയതിനെ പരസ്യമായി ന്യായീകരിക്കുകയാണ് CPIM നേതാക്കൾ. 6 വർഷത്തിന് ശേഷം പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണുള്ളതെന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജന്റെ ചോദ്യം. പരോളിനെ വിവാദമാക്കേണ്ടെന്ന് കൊടിസുനിയുടെ കുടുംബം പ്രതികരിച്ചു. മാതാവിന്റെ പരാതി പരിഗണിച്ച് മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ വകുപ്പ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശത്തെ പരോൾ നൽകാനുള്ള നിർദ്ദേശമായി വ്യാഖ്യാനിച്ചാണ് പരോൾ അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക് 24. കണ്ണൂരിൽ കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് CPM നേതാക്കൾ. BJP പ്രവർത്തകൻ വടക്കുംപാട് നിഖിൽ വധക്കേസ് 1-ാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിനാണ് P ജയരാജൻ, MV ജയരാജൻ തുടങ്ങിയ നേതാക്കളെത്തിയത്. TP കേസ് പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവരും ചടങ്ങിനെത്തിയിരുന്നു. 2008 മാർച്ച് 5-നാണ് BJP പ്രവർത്തകൻ നിഖിൽ കൊല്ലപ്പെട്ടത്. കേസിൽ മുഴുവൻ പ്രതികളും CPM പ്രവർത്തകർ. പാർട്ടി നേതൃത്വം തള്ളിപ്പറഞ്ഞ കൊലപാതകമാണിത്. CPIMന് പങ്കില്ല എന്നായിരുന്നു വാദം. എന്നാൽ അതേ കേസിലെ 1-ാം പ്രതിയുടെ ഗൃഹപ്രവേശത്തിൽ പങ്കെടുത്തത് ജില്ലയിലെ പ്രധാനപ്പെട്ട CPIM നേതാക്കൾ. നേതാക്കൾ മാത്രമല്ല, പരോളിലിറങ്ങിയ TP വധക്കേസ് പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവരും ചടങ്ങിനെത്തി. നിഖിൽ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ശ്രീജിത്ത് ഒരാഴ്ച മുൻപാണ് പരോളിലിറങ്ങിയത്. 24 കണ്ണൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇതുവരെ ദുബായിൽ നിന്നും മാത്രം 2,30,000-ലധികം പേർ പദ്ധതി പ്രയോജനപ്പെടുത്തിയതായി താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു.
കാലാവധി കഴിഞ്ഞും UAE തുടരുന്നവർക്ക് താമസം നിയമാനുസൃതമാക്കാനും പിഴ കൂടാതെ നാട്ടിലേക്ക് മടങ്ങാനുമായി സെപ്റ്റംബർ 1 മുതലാണ് UAE പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. 2 മാസത്തേക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പ് പിന്നീട് ഡിസംബർ 31 വരെ നീട്ടുകയായിരുന്നു. മുൻ വർഷങ്ങളിൽ പ്രഖ്യാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പൊതുമാപ്പ് പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. ദുബായിൽ മാത്രം ഇതുവരെ 2,36,000-ഓളം ആളുകളാണ് പദ്ധതി പ്രയോജനപ്പെടുത്തിയത്. ഇതിൽ 55,000-ലധികം ആളുകൾ തിരികെ അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയതായും ബാക്കിയുള്ളവർ പുതിയ വിസയിൽ UAE തുടരുന്നതായും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലി കണ്ടെത്താനുള്ള അവസരം ഉൾപ്പെടെ ഇത്തവണ UAE ഒരുക്കി നൽകിയിരുന്നു. നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകൾ നാളെ മുതൽ വ്യാപകമാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പരിശോധനയിൽ പിടിക്കപ്പെടുന്നവർക്ക് ആജീവനാന്ത വിലക്കേർപ്പെടുത്തി നാട് കടത്തും. അതോടൊപ്പം തന്നെ ഇവർ ഇതുവരെ അടയ്ക്കാനുള്ള മുഴുവൻ തുകയും അടയ്ക്കേണ്ടിയും വരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമലംഘകരായി ഇവിടെ തുടരുന്നവർക്ക് തൊഴിൽ നൽകുന്നവർക്കെതിരെയും ശക്തമായ നടപടിയുണ്ടാകും. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ ഗൂഢാലോചന കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്ന് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി. ഗൂഢാലോചന വകുപ്പ് ചുമത്തിയതിൽ അഡീഷണൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി നിർദ്ദേശിച്ചു. യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വെള്ളിയാഴ്ച ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടു പിന്നെ ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തില്ലെന്ന് കോടതി ചോദിച്ചു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഗൂഢാലോചന നടത്താൻ പറ്റുമോ? ഗൂഢാലോചന കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്നും കോടതി ഉന്നയിച്ചു. സർക്കാരാണ് ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയൻ എന്ന് വ്യക്തമാക്കിയ കോടതി ഗൂഢാലോചന വകുപ്പ് ചുമത്തിയതിൽ അധിക റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. ചോദ്യം പ്രവചിക്കുന്നത് കുറ്റകരമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ചോദ്യങ്ങൾ ചോർത്തിയിട്ടില്ല, പ്രവചിക്കുക മാത്രമാണ് ചെയ്തതെന്നും MS സൊല്യൂഷൻസിനേക്കാൾ പ്രവചനം നടത്തിയവർ വേറെയുണ്ടെന്നുമായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. അതേസമയം ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. 24 കോഴിക്കോട്. മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണയുടെ കേരള വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം കനക്കുന്നു. വിദ്വേഷ പ്രസ്താവന നടത്തിയ റാണെ മന്ത്രി പദവിയിൽ തുടരാൻ അർഹനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിതീഷ് റാണയുടെ പ്രസ്താവന BJPയുടെ ഭരണഘടനാ വിരുദ്ധ ചിന്താഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് കോൺഗ്രസ് വിമർശിച്ചു. കേരളം മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ നിന്ന് ജയിച്ചതെന്നായിരുന്നു BJP നേതാവും മഹാരാഷ്ട്ര മന്ത്രിയുമായ നിതീഷ് റാണയുടെ പരാമർശം. കേരളത്തെ അപകീർത്തിപ്പെടുത്തിയുള്ള പരാമർശത്തിനു പിന്നാലെ കടുത്ത വിമർശനമുയർന്നു. സ്വാധീനമുറപ്പിക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളെ വിദ്വേഷ പ്രസംഗം നടത്തി ഒറ്റപ്പെടുത്തി കളയാമെന്നാണ് സംഘപരിവാർ കരുതുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയുടെ പ്രസ്താവനയോട് BJP നേതൃത്വം പ്രതികരിക്കാത്തത് ആശ്ചര്യമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. അതേസമയം BJPയുടെ ഒരു MP ലോക്സഭയിലെത്തിയത് പാകിസ്ഥാനിൽ നിന്നാണോ എന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര 24നോട്. He is not just an ordinary BJP leader, he is a sitting minister of the Maharashtra cabinet. And if this is the mindset against the constitution, frankly this is anti-constitution. How can you label Kerala as mini Pakistan? They have one MP which comes from Kerala. Is he also winning in Pakistan? I think Mr. Nadda and Mr. Modi need to apologize to the people of Kerala. നിതീഷ് റാണയ്ക്കെതിരെ കോൺഗ്രസ് നിയമ നടപടിയും ആലോചിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കടുത്ത വിദ്വേഷ പ്രസംഗം നടത്തി നേരത്തെയും നിതീഷ് റാണ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. 24 ഡൽഹി. പുതുവത്സരാഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ് ലോകം. സംസ്ഥാനത്ത് ഫോർട്ട് കൊച്ചി, കോവളം, കോഴിക്കോട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കും. ദേശീയ ദുഃഖാചരണത്തെ തുടർന്ന് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കിയെങ്കിലും വെളി ഗ്രൗണ്ടിലെ പരിപാടികൾക്ക് മാറ്റമില്ല. കൊച്ചി കേന്ദ്രീകരിച്ച് പള്ളുരുത്തി, കാക്കനാട്, മലയാറ്റൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പപ്പാഞ്ഞിയ ഒരുക്കിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ കോവളത്തു നിന്നും അശ്വിൻ പാലാഴി ഫോർട്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. അജീഷ്, കോവളത്തെ ആഘോഷങ്ങൾക്ക് എന്തൊക്കെ ക്രമീകരണങ്ങളാണ്? വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാകുമല്ലോ. പോലീസിന്റെ പരിശോധന നേരത്തെ തന്നെ തുടങ്ങി കാണുമല്ലോ അല്ലേ?
വിജയകുമാർ, എന്തായാലും പുതുവർഷത്തെ വരവേൽക്കാൻ കോവളം തലസ്ഥാനമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. കോവളത്ത് കൂടുതലും നമുക്കറിയാവുന്നതുപോലെ തന്നെ വിദേശ വിനോദസഞ്ചാരികളും ഒപ്പം തന്നെ ആഭ്യന്തരത്ത് കേരളത്തിന് പുറത്തുള്ള വിനോദസഞ്ചാരികളുമാണ് കൂടുതലായിട്ടും എത്തുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ് കോവളത്തെ ഒരു ആഘോഷം. തദ്ദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ രാത്രിയാണ് കൂടുതലും കോവളത്തേക്ക് എത്തുന്നത്. ഒരു 6 മണിക്ക് ശേഷമാണ് കോവളത്തേക്ക് ഒരു തിരക്ക് എന്തായാലും തുടങ്ങുന്നത്. എന്തായാലും പോലീസ് കർശന സുരക്ഷയാണ് കോവളത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് കോവളത്ത് ഈ കലാപരിപാടികൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വകാര്യ റിസോർട്ടുകളും അല്ലാത്ത സ്വകാര്യ ക്ലബ്ബുകളും അവരുടേതായിട്ടുള്ള പാസ് ഏർപ്പെടുത്തിയിട്ടുള്ള ചില DJ പോലത്തുള്ള കലാപരിപാടികളൊക്കെ നടത്താറുണ്ട്. അത് നിയന്ത്രിതമായ അളവിൽ മാത്രമേ ആളുകൾക്ക് പ്രവേശനമുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഈ ബീച്ചിലേക്ക് കടന്നു വരാം. പോലീസിന്റെ സുരക്ഷയുണ്ട്. പോലീസ് ഇവിടെ CCTV ക്യാമറകളെല്ലാം ചുറ്റിനും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ തൊട്ട് തന്നെ ഈ ബൈപ്പാസിലും അത് കോവളത്തേക്ക് കടക്കുന്ന വഴികളിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. ജില്ലാ പോലീസ് മേധാവിമാർക്ക് സംസ്ഥാന DGP തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി ഈ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായിട്ട് പോലീസ് പറയുന്നു. അങ്ങനെയുള്ളവരെ പിടികൂടുമെന്ന് പോലീസ് ഉറപ്പായിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കർശന സുരക്ഷയിലാണ് ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്തായാലും കോവളം ഒരുങ്ങിക്കഴിഞ്ഞു. ആളുകളൊക്കെ വൈകിട്ടോടെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. നമ്മൾ 24-ഉം അതേ ന്യൂ ഇയർ ആഘോഷമൊക്കെ തത്സമയം കാണിക്കാൻ വൈകിട്ട് സജ്ജമാണ്. എന്തായാലും ഇപ്പോൾ ഉച്ച സമയത്ത് ഇവിടെ ഇപ്പോൾ കൂടുതലും ആഭ്യന്തര വിനോദസഞ്ചാരികളും വിദേശികളുമാണ് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത്. യെസ്, അജീഷ് ജയകുമാർ കോവളത്തു നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിഷ്ണു സുരേഷാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇത്തവണ എനിക്ക് തോന്നുന്നു 4 മണി മുതൽ തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് ബസ് സർവീസുകൾ നിർത്തുകയാണ്. കുറെ കൂടി കർശന നടപടികളിലേക്ക് പോലീസ് പോകുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യം കണക്കിലെടുത്തായിരിക്കുമല്ലേ കടുത്ത നടപടി? എന്താണ് ഫോർട്ട് കൊച്ചിയിലെ വിവരങ്ങൾ, വിഷ്ണു? വിജയകുമാർ, ഫോർട്ട് കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷം അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തണമെങ്കിൽ 5 മണിയോടുകൂടിയൊക്കെ ആകും. നിലവിൽ ഈ പാപ്പാഞ്ഞിയുടെ അവസാനവട്ട ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പാപ്പാഞ്ഞിയാണ് ഇന്ന് രാത്രി 12 മണിയോടുകൂടി കത്തിക്കുക. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ്. സാധാരണഗതിയിൽ ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ ആഘോഷങ്ങൾ നടക്കുക പരേഡ് ഗ്രൗണ്ടിലാണ് കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. എന്നാൽ ഇത്തവണ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് അത് മാറ്റിവെച്ചു. ഇക്കാണുന്ന പാപ്പാഞ്ഞിയും അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ കോടതി ഇടപെടലിനെ തുടർന്നാണ് അത് കത്തിക്കാം എന്നൊരു നിർദ്ദേശം അവർക്ക് ലഭിക്കുകയും അതിൽ കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്. 2020-ൽ ഈ പാപ്പാഞ്ഞി കത്തിക്കലുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാമ്പേഡിന് സമാനമായ സാഹചര്യം ഈ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തവണ കൂടുതൽ കർശന നടപടികളൊക്കെ എടുത്തിരിക്കുന്നത്. ഏകദേശം പാപ്പാഞ്ഞിൽ നിന്ന് 70 മീറ്റർ ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനിപ്പുറത്തേക്ക് മാത്രമാണ് ആളുകൾക്ക് നിൽക്കാനുള്ള അവസരമുള്ളത്. ഒപ്പം ഈ പോലീസുകാർ ഏകദേശം 500-ലധികം വരുന്ന പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് നൽകാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും അതോടൊപ്പം ഈ ഫയർഫോഴ്സിന്റെ സജ്ജീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമാണ്. 42 ക്യാമറകൾ അതിൻ്റെ കണക്ടിവിറ്റി നേരെ പോലീസ് കൺട്രോൾ റൂമിലേക്കൊക്കെ നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമാണ്. ഇനി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങും. 5 മണിയോടുകൂടി ഫോർട്ട് കൊച്ചി അതിൻ്റെ ന്യൂ ഇയർ ആഘോഷങ്ങളിലേക്ക് എത്തുകയാണ്. ഇത്തവണയും വിപുലമായ ആഘോഷങ്ങൾ ഉണ്ടാവും. ഒരു തരത്തിലുള്ള മറ്റ് കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ തവണത്തെ പോലുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഇട നൽകരുത് എന്നുള്ള കർശന നിർദ്ദേശം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുമുണ്ട്. വിജയകുമാർ, ശരി, എന്തായാലും കോവളത്തും അതുപോലെ ഫോർട്ട് കൊച്ചിയിലുമൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. ഇപ്പോൾ CPM നേതാവ് M. മണി മാധ്യമങ്ങളെ കാണുകയാണ് ഇടുക്കിയിൽ. അവർക്ക് ചുമ്മാ വന്ന് ആനെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? അവിടെ പണി പോവും. അതേസമയം നിങ്ങൾ സംഘടിതമായി നിൽക്കുന്നു. ആനെ കൊല്ലാൻ എന്തെല്ലാം മാർഗമുണ്ട് നോക്ക്. ഭീഷണി വരുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ എല്ലാം ഇല്ല. ഞാനാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യിക്കും. ഓക്കെ, അച്ഛനെ ഇവിടുത്തെ കേസ് കഴിഞ്ഞാലേ ഈ കട്ടപ്പനയില് സാബുവിന്റെ ഓണത്തിനുണ്ട് പൂട്ട് കച്ചവടം കൊണ്ട് അവിടെ ആശാന്റെ പ്രസംഗം, ഇവിടെ ആശാന്റെ പ്രസംഗം ഒരു ചെറിയ വിവാദമൊക്കെ ആയിട്ടുണ്ട്. എന്നാ പ്രശ്നം? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. തെറ്റ് ആരെഴുതിയാലും നിങ്ങൾ ഇതാണല്ലോ ആളുകൾ. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന്, അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? അല്ല, അദ്ദേഹത്തിന്റെ മാനസികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം. അതൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? അയാൾ മരിച്ചതിൽ അതിയായ ഖേദവും ദുഃഖവും ഉണ്ട്. അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അയാൾക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ, അഥവാ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളത് അടക്കം നോക്കേണ്ടതാണ് നിയമത്തിൻ്റെ മുമ്പിൽ.
വേണ്ടേ? ഇപ്പോൾ ഓടി നടന്നു നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞാൻ നാളെ വിഷം കഴിച്ച് ചത്തുവെന്ന് പറഞ്ഞെന്നാ ആ പുള്ളിക്ക് എന്നാ പറ്റിയെന്ന് നോക്കണം. അത് അയാൾ അങ്ങനെ എന്തെല്ലാം വിളിത്തോ പറയും. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനൊക്കെ അങ്ങനെ പലതും പറയും. അതൊന്നും എനിക്ക് ബാധകമൊന്നുമല്ല. അവൻ എല്ലാം കൂടെ കൂടി എനിക്ക് എന്നെ ഒതുക്കാൻ നോക്കിയതാണ്. പക്ഷെ ഞാൻ അന്നേരം ഒതുങ്ങിയില്ല. ഇപ്പം തടങ്ങിയാണ് സംഗതി നോക്കുന്നത്. അതൊക്കെ ഞാൻ നേരിടും. വേറെ പണിയൊന്നുമില്ല. ഏത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് വി.ആർ. സജി അതൊക്കെ നോട്ടടി ഉണ്ടോ? ഇല്ലാന്ന് ഞാൻ നിങ്ങൾ ഈ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഇല്ലില്ല. ഫോൺണ്ടായതുകൊണ്ട് ഉണ്ടോ? പിന്നെ പൈസ അടയ്ക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അതല്ല, പണി അറിയില്ലെങ്കിൽ പണി ഞങ്ങൾ പഠിപ്പിക്കാം, ഭീഷണിയൊന്നും വേണ്ട. എനിക്ക് എൻ്റെ ശ്രദ്ധയിലില്ല ഒന്നും. അതുകൊണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വി.ആർ. സജി അനുഭവിച്ചോളും പോകും. ഇല്ലില്ല, ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. പാർട്ടിയുടെ പരിഗണനയിലും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കണമല്ലോ. ബന്ധപ്പെട്ടവർക്ക് പരാതി ഉണ്ട്, പാർട്ടിക്ക് പരാതി കൊടുക്കേണ്ടവർ അവർക്കറിയാമല്ലോ, അറിയാവുന്നവർ. എനിക്കറിയില്ല. നിങ്ങൾ ഈ ഉണ്ടാക്കിയ ആവശ്യമില്ലാതെ എന്നെ ഇവിടെ വെച്ച് ഒരുമാതിരി കൊല്ലത്തുന്ന പണി എൻ്റെ അടുത്ത് എടുക്കുന്നത്. ഇവിടെ ആന കുത്തി മനുഷ്യൻ ചുത്ത് ഇരിക്കുന്നത് തോന്നിയും അതുണ്ടാക്കല ഇപ്പം. യെസ്, കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ നിക്ഷേപകനെ പറ്റി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു എം എം മണി. എന്നാൽ അത് ആക്ഷേപമല്ല, ചില വസ്തുതകൾ ചൂണ്ടിക്കാട്ടുകയാണെന്ന് ന്യായീകരിക്കുകയാണ്. ആ പറഞ്ഞതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. സജി നിക്ഷേപകനെ ആക്ഷേപിച്ചു എന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത് മാധ്യമങ്ങൾ വെറുതെ പറയുന്നതാണ് എന്നുകൂടി എം എം മണി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല, അതിൽ ഉറച്ചു നിൽക്കുന്നു. അത് ആക്ഷേപമല്ല, ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ദിവസേന ദർശനം നടത്തുന്നത് 1 ലക്ഷത്തോളം ഭക്തരാണ്. വെർച്വൽ ക്യൂവിൽ 80,000-ഓളം പേരാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് വഴിയും കാനനപാത വഴിയും എത്തുന്നവരുടെ എണ്ണം ഇരട്ടിയായി. രാത്രികാലങ്ങളിൽ മല കയറുന്ന ഭക്തർ 10 മണിക്കൂർ വരെ ക്യൂ നിന്നാണ് ദർശനം നടത്തുന്നത്. തിരക്ക് പരിഗണിച്ച് നടയടയ്ക്കുന്ന സമയത്തും തീർത്ഥാടകരെ 18-ാം പടി കയറ്റുന്നുണ്ട്. നോക്കാം ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.